നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഈ വർഷം ഫെബ്രുവരി മുതലാണ് യുഎഇയിൽ പുതിയ തൊഴിൽ നിയമം നിലവിൽ വന്നത്. എന്നാൽ ഇത് തൊഴിലാളികൾക്കും തൊഴിലുടമയ്ക്കും ഗുണകരമാകുന്ന നിരവധി പരിഷ്കാരങ്ങളോട് കൂടിയുള്ളതാണെന്നതാണ് പ്രധാന വിലയിരുത്തലുകളിലൊന്ന്. അതോടൊപ്പം തന്നെ പുതിയ തൊഴിൽ നിയമത്തിലെ സവിശേഷമായ കാര്യം തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള കരാറാണ് എന്നതും ഓർക്കണം. അനിവാര്യമായ ഘട്ടങ്ങളിൽ തൊഴിൽ കരാറിൽ നിന്ന് ഇരു വിഭാഗങ്ങൾക്കും പിന്മാറാനുള്ള അവസരവും പുതിയ തൊഴിൽ നിയമം മുന്നോട്ട് വയ്ക്കുകയാണ്. തൊഴിൽ കരാറിൽ നിന്ന് പിന്മാറുന്നതിന് മുൻപ് തന്നെ തൊഴിലാളിയാണെങ്കിലും തൊഴിലുടമയാണെങ്കിലും അതിനു മുൻപ് നോട്ടീസ് നൽകിയിരിക്കണമെന്നതാണ് വ്യവസ്ഥ ചെയ്യുന്നത്. അനിവാര്യ ഘട്ടങ്ങളിൽ നല്ല നിലയിൽ കരാറിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുന്നവർ രേഖാമൂലം അക്കാര്യം നിശ്ചിത സമയം മുൻപ് തന്നെ അറിയിക്കേണ്ടതാണ്. 30 ദിവസത്തിൽ കുറയാത്തതും 90 ദിവസത്തിൽ കൂടാത്തതുമായ കാലാവധിയാണ് നോട്ടീസ് പീരീഡായി കണക്കാക്കുന്നത്. ഈ നോട്ടീസ് കാലയളവിൽ കരാർ പ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും പാലിക്കാൻ ഇരു വിഭാഗവും ബാധ്യസ്ഥരാണ്. ഈ നോട്ടീസ് കാലാവധി അവസാനിക്കുന്നതോടെ കരാറിൽ നിന്ന് പിന്മാറാൻ ഇരു കൂട്ടർക്കും അവകാശമുണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ചില സന്ദർഭങ്ങളിൽ രേഖാമൂലമുള്ള നോട്ടീസ് കാലാവധി നൽകാതെ ജീവനക്കാരനെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ തൊഴിലുടമയ്ക്ക് സാധിക്കുന്നതാണ്. ജോലിക്കാരനെതിരായ അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യത്തിലാണിത് എന്നതും പ്രവാസികൾ ശ്രദ്ധിക്കണം. ജീവനക്കാരൻ തെറ്റായ രേഖകൾ സമർപ്പിക്കുക, തൊഴിലുടമയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുക, ജോലികൾ ശരിയായ രീതിയിൽ ചെയ്യാൻ സാധിക്കാതിരിക്കുക, തൊഴിലുടമയുടെ ബിസിനസ് രഹസ്യങ്ങൾ മറ്റൊരാൾക്ക് ചോർത്തിക്കൊടുക്കുക, മദ്യപാനം, ലഹരി ഉപയോഗം, തൊഴിലുടമയോട് ജോലി സ്ഥലത്തുള്ള ആളുകളുടെ അപമര്യാദയായ പെരുമാറ്റം, തുടർച്ചയായി ഒരാഴ്ചയോ അതിലധികമോ കാരണമില്ലാതെ ജോലിക്ക് ഹാജരാകാതിരിക്കൽ, തുടർച്ചയല്ലാത്ത 20 ദിവസം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കൽ തുടങ്ങിയ കാരണങ്ങളാൽ ജീവനക്കാരനെ മുന്നറിയിപ്പില്ലാതെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ തൊഴിലുടമയ്ക്ക് അനുവാദമുണ്ടായിരിക്കുന്നതാണ്. അതേസമയം ഒരു ജീവനക്കാരന് നോട്ടീസ് പീരീഡ് രേഖാമൂലം നൽകാതെ തന്നെ തൊഴിൽ കരാറിൽ നിന്ന് പിന്മാറാനും പുതിയ തൊഴിൽ നിയമം അനുവാദം നൽകുന്നുണ്ട്. തൊഴിൽ കരാറിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ തൊഴിലുടമ വീഴ്ച വരുത്തിയാൽ മുന്നറിയിപ്പൊന്നുമില്ലാതെ തൊഴിലാളിക്ക് തൊഴിൽ കരാറിൽ നിന്ന് പിന്മാറാവുന്നതാണ്. ജീവനക്കാരനെ ആക്രമിക്കുക അല്ലെങ്കിൽ അവന്റെ സമ്മതമില്ലാതെ കരാറില്ലാത്ത മറ്റൊരു ജോലി ചെയ്യാൻ നിർബന്ധിക്കുക തുടങ്ങിയ കാരണങ്ങളാലും ജീവനക്കാരന് കരാറിൽ നിന്ന് പിൻവാങ്ങാവുന്നതാണ്. ഇങ്ങനെ തൊഴിൽ നിയമപ്രകാരം അനുവദിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ നോട്ടീസ് നൽകാതെ തന്നെ തൊഴിൽ കരാറിൽ നിന്ന് പിന്മാറുന്ന പക്ഷം തൊഴിലാളി ഏതെങ്കിലും രീതിയിലുള്ള നിയമ നടപടിക്ക് വിധേയരാവുകയോ തൊഴിലുടമയ്ക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരികയോ ചെയ്യേണ്ടി വരുന്നതല്ല. ഇതുകൂടാതെ തൊഴിലുടമയും ജീവനക്കാരനും കരാറിൽ നിന്ന് പിന്മാറുന്നതിന് മുന്നോടിയായി അക്കാര്യം ചൂണ്ടിക്കാണിച്ച് നിശ്ചിത കാലയളവിലേക്ക് നോട്ടീസ് നൽകണമെന്നതാണ് തൊഴിൽ നിയമത്തിലെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എന്നാൽ 30 മുതൽ 90 വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ നോട്ടീസ് കാലാവധിയിൽ രേഖാമൂലം അക്കാര്യം അറിയിച്ചില്ലെങ്കിൽ ആരാണോ കരാറിൽ നിന്ന് പിന്മാറുന്നത് അയാൾക്ക് മറ്റേയാൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതാണ്. നോട്ടീസ് നൽകാത്തത് കാരണം മറ്റേയാൾക്ക് പ്രത്യേകിച്ച് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും നഷ്ടപരിഹാരം നൽകേണ്ടി വരുന്നതാണ്. നോട്ടീസ് കാലയളവിലെ ജീവനക്കാരന്റെ ശമ്പളത്തിന് തുല്യമായ തുകയോ നോട്ടീസ് കാലയളവിൽ ബാക്കിയുള്ള ദിവസങ്ങളിലെ ശമ്പളമോ ആണ് തൊഴിലുടമ നഷ്ടപരിഹാരമായി നൽകേണ്ടി വരിക. എന്നാൽ പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ തൊഴിലാളിയുമായുള്ള കരാറിൽ നിന്ന് പിന്മാറുന്ന തൊഴിലുടമ 3 മാസത്തെ ശമ്പളം നഷ്ടപരിഹാരമായി നൽകേണ്ടി വരികയും ചെയ്യും.